ആണോ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബിലൊന്നും ഇട്ടിട്ടില്ല. വേറൊന്നുമല്ല, ഇടാത്തത് വേറൊന്നുമല്ല. എന്താ പറയേണ്ടത്, 2-3 കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയേണ്ടത്, ഒരാളോട് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ ചങ്ങാഴ്ചക്ക് ആ വെല്ലുവിളി സ്വീകരിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വേറൊരു ചിത്രമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മോൻ പോലും ഇതിന് നല്ലോണം ചിത്രം വരക്കും. എന്തായാലും കഷ്ടം കഷ്ടം കഷ്ടം. പരിഹസിക്കുന്ന കണ്ടു, കൃഷ്ണനെയൊക്കെ പരിഹസിച്ച് എന്താ പറയേണ്ടത് വീഡിയോ ഇടുന്ന കണ്ടു. എന്ത് തന്നെ ആയാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ കൾച്ചർ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ച സമയത്ത് ഇങ്ങനെ എന്താ പറയണത്, നല്ലൊരു അഭിപ്രായമൊന്നുമല്ല കിട്ടിയത്. അതുകൊണ്ട് അതങ്ങ് അങ്ങ് വിട്ടു കളഞ്ഞു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ ഒന്നും പോവാത്തത്. പിന്നെയും ചൊറിയാൻ വരുമ്പോൾ നമ്മൾ കയറി അങ്ങ് മാന്തണ്ടേ, പിന്നെ പറഞ്ഞുകൊണ്ടേ നിൽക്കണ്ടേ. അതുകൊണ്ട് അവൾക്കുള്ളൊരു മറുപടി മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ ഈ ഒരു ലൈവിലൂടെ പറഞ്ഞത്. വേറൊന്നുമല്ല, ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഹണി ട്രാപ്പ് എന്ന് അറിയാത്ത പച്ചപ്പാവം മോള് സംസാരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? ഹണി ട്രാപ്പ് എന്താണെന്ന് അറിയില്ല. അയ്യോ, പച്ചപ്പാവം അല്ലേ. അപ്പം കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ തിരിച്ച് കേസ് കൊടുത്ത കേസുകളാണ് എന്നുള്ളതാണ് ഇവിടെ വാദം. അതൊക്കെ പോട്ടെ, പീഡന കേസ് ഒരാളിപ്പം അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് പീഡിപ്പിച്ചു. ഞാൻ സടകുട എണീച്ചത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അതും എൻ്റെ ഡ്രസ്സൊന്നും എനിക്ക് ഓർമ്മ തന്നെ ഇല്ല പോലും. അപ്പോൾ അതും കഴിഞ്ഞു. 2006 അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2006 സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ളൊരു കേസ് വേറെയും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീഡനം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നൊന്നും എനിക്കറിയില്ല. 2-3 ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പീഡനം ഇങ്ങനെ എന്താ പറയേണ്ടത്, 2 കാര്യങ്ങൾ. അതും പിന്നെ കോടതിക്ക് സത്യാവസ്ഥ മനസ്സിലായതുകൊണ്ട് അതിൻ്റെ രീതിയിൽ തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉഡായിപ്പുകളെ നമ്മളായിട്ട് ഇതാക്കി പറയേണ്ട ആവശ്യമില്ല. ലൗകിക കലാകാരി എന്നൊക്കെ പറയുന്നതുണ്ടെങ്കിലും നമുക്കറിയാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതിൻ്റെ പുറകെ ഒന്നും പോയിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. അപ്പം എന്തു തന്നെ ആയാലും ഇനി എന്നെ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് കയറി മാന്തും. അത്രയേ ഉള്ളൂ. ബൈ.